ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പവും ഒരു അടിപൊളി ഈസി ചിക്കൻ കറിയുമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഇതിന് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 1 ഗ്ലാസ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് 1/2 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. അരിപ്പൊടി എടുത്ത സെയിം ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ ഇപ്പോൾ ഇത് കുഴച്ച് വെച്ചേക്കുന്നത്. ഇത് മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി. അപ്പം ഞാനിതിനകത്ത് അരയ്ക്കാനായിട്ട് 1 ഗ്ലാസ് വെള്ളം, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഞാൻ മിക്സി കഴുകി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പാകം ഇതേ കണക്കിരിക്കും. നമ്മൾ അരി അരച്ചെടുക്കുന്നതൊക്കെയല്ല, കുറച്ച് കട്ടിക്ക് തന്നെ ഈ മാവ് കാണണം. അപ്പം കാണിച്ചു തരാം. ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് കിട്ടണം. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അന്നേരം നമ്മൾ മാവ് 1 മണിക്കൂറിനകത്ത് പുളിച്ച് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാവ് അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് പുളിച്ച് വരും. അപ്പോൾ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഇളക്കി അടച്ചു വെച്ചൊന്ന് തുറന്നിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 750 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നമുക്ക് 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ചിക്കനിലേക്ക് എരിവ് എല്ലാം പിടിക്കത്തുള്ളൂ. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരാനായിട്ട് നമുക്ക് 2-3 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. നമുക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനകത്തേക്ക് നല്ലോണം മസാലയെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി നീളത്തിലരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ രുചികരമായ ഈസി ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. മൊത്തം ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പാത്രം മാറിയതോർത്ത് വിഷമിക്കേണ്ട. ഞാൻ വീഡിയോയ്ക്ക് മുന്നേ 1 മണിക്കൂറിന് മുന്നേ ഇത് റെഡിയാക്കി വെച്ചതാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിനകത്ത് മാവ് നമ്മൾ പുളിച്ച് വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കാണിച്ചു തരാം. കേട്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. നമ്മൾ ഒരു പാനിലേക്ക് അപ്പച്ചട്ടിയാണ്, അതിനകത്തേക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചുറ്റിയെടുക്കാൻ നമ്മൾ ആട്ടിയെടുക്കുന്ന അത്രയും പെട്ടെന്നൊന്നും നമുക്കിത് ചുറ്റി വരത്തില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന അതേ സെയിം അളവിന് തന്നെ എടുക്കുക. വെള്ളം നമുക്കിതിൽ കൂടിപ്പോകാൻ പറ്റത്തില്ല. കൂടിപ്പോയാൽ അപ്പം ശരിയാവത്തില്ല. ഞാനിവിടെ എടുത്തേക്കുന്ന 1 ഗ്ലാസ് വെള്ളം, അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു അളവിന് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ രാവിലെയൊക്കെ നമ്മളിത് അരച്ചൊന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു അപ്പമാണ്. പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടിപൊളി അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. പൂ പോലുള്ള അപ്പമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് എനിക്ക് കിട്ടിയേക്കുന്നത് 8 അപ്പമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളെ പാലപ്പവും അടിപൊളി ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്തും ഈ മാവ് പുളിച്ച് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.